തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. അതെ. ആദ്യം തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാനുണ്ടായ കാരണം ഇവിടുന്ന് കിട്ടിയ ഒരു ഉന്മേഷമാണ്. നമ്മളത് ജീവിതാനുഭവങ്ങളാണ്. തീർച്ചയായും ജീവിതം. നമ്മൾ വളരെ ചെറുപ്പത്തിലൊക്കെ കല്യാണം കഴിച്ച് സെറ്റിലായി. അവിടുന്ന് പിന്നെ ഒരു വീഴ്ച വന്നപ്പം അവിടുന്ന് പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളെ ഇങ്ങനെ സ്ട്രോങ് ആക്കി മാറ്റുന്നത്. നമ്മുടെ ബാല്യകാലങ്ങളിൽ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് സപ്പോർട്ട് എപ്പോഴും നമുക്ക് അമ്മയും അച്ഛനും സപ്പോർട്ടായിട്ട് നമുക്ക് ഉണ്ടാവും. കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവും. അപ്പോൾ ഹസ്ബൻഡിന് ഒരു വീഴ്ച വന്നാൽ എന്ത് ചെയ്യും? ആരെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഭാര്യയല്ലേ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. വേണെന്താ, ഒറ്റയ്ക്ക് വഴി വെട്ടിയാലും ഈശ്വരൻ എന്ന് പറഞ്ഞൊരാൾ കൂടെയുണ്ട്. ഒന്ന്. രണ്ടാമത് ഈ വഴി വെട്ടി വരുമ്പം നമുക്ക് നല്ല നല്ല മുഹൂർത്തങ്ങളും നല്ല നല്ല സന്ദർഭങ്ങളും ഒക്കെ ഒരുക്കി തന്ന ആൾക്കാരുകളുണ്ട്. അത് ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്ന കാര്യങ്ങൾ അതൊക്കെ. ഞാൻ മാത്രം ഒരാളങ്ങ് ഇറങ്ങിയിട്ട് മാത്രം അങ്ങ് ഒന്നും ആകണമെന്നില്ല. ഇതിന് പുറകെ ഒരു ദൈവാനുഗ്രഹവും ഒരു ഗുരുത്വവും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെട്ടിത്തെളിച്ച് വരുന്ന പാതയിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. ഈ പൊന്നമ്മ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ സൗഹൃദങ്ങൾ എന്നോട് പറഞ്ഞത് വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയാണ്. ഒരു ബന്ധം എത്ര കാലഘട്ടങ്ങൾക്ക് മുമ്പ് ബന്ധം തുടങ്ങിയോ അത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും ബന്ധം കണ്ടിന്യൂ ചെയ്യും. ബന്ധങ്ങൾക്ക് എപ്പോഴും ഒരു വാല്യൂ കൊടുക്കും. തീർച്ചയായും എല്ലാ ബന്ധങ്ങൾക്കും ഞാൻ സ്ഥാനം കൊടുക്കാറുണ്ട്. സൗഹൃദങ്ങളായാലും സിനിമയിലെല്ലാം നമുക്ക് എല്ലാ സൗഹൃദങ്ങൾ ആരുമായിട്ടും എനിക്കൊരു വഴക്കൊന്നുമില്ല. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാത്ത കാര്യം എൻ്റെ കണ്ണിൽ കണ്ടാൽ ഞാൻ അതിന് പ്രതികരിക്കും. ഇപ്പം എൻ്റെ കണ്ടാൽ എന്നോടും അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമാണ്. എന്നാലേ എനിക്ക് എന്നെ തിരുത്താൻ പറ്റത്തുള്ളൂ. കൂടുതലും എന്നെ തിരുത്തുന്നതൊക്കെ എൻ്റെ മക്കളാണ്. ഇപ്പം ഞാൻ ചില പറയുന്ന കാര്യങ്ങൾ ഇന്റർവ്യൂവിന് വന്നപ്പോൾ തന്നെ കേട്ടോ, അമ്മയും മോളും കൂടെ കയറി വരുന്നത് കൂട്ടുകാരെ പോലെ വേണോ? അതെ. ഞാൻ വളരെ ചെറുപ്പത്തിൽ കല്യാണമൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതുകൊണ്ട് മക്കൾ വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങ് വളർന്നു. ആ ഒരു സൗന്ദര്യം ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ ഇന്റർവ്യൂവിന് പോയാലും, ഏത് സിനിമകളിൽ പോയാലും, ഏതൊരു ഫോട്ടോഷൂട്ടിന് പോയാലും, കോസ്റ്റ്യൂമിലാണെങ്കിലും ഈ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തും ചേച്ചിയെ. അത് പണ്ട് മുതൽക്കേ എനിക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി വേണമെന്ന് കരുതിയതാണോ? തീർച്ചയായും. എനിക്ക് മറ്റുള്ളവരെ അനുകരണം എനിക്ക് താല്പര്യമില്ല. എനിക്ക് അല്ലാതെയുള്ള എൻ്റെ മനസ്സിൽ ഓർണമെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഡ്രസ്സായാലും ഒക്കെ എൻ്റേതായ ഒരു കാഴ്ചപ്പാടുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സീരിയൽ ചെയ്യുന്നില്ലല്ലോ. ഞാൻ വല്ലപ്പോഴെങ്ങാനാണ് ഒരു സീരിയൽ അഭിനയിക്കുക. അതെനിക്ക് അത്ര പിടിച്ച കഥാപാത്രം എന്നിലോട്ട് വന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്ത ഒരു സീരിയലാണ് മിസ്സിസ് ഹിറ്റ്ലർ. കേരളത്തിൻ്റെ നമ്പർ 1 സീരിയലായിരുന്നു. സീരിയൽ നമ്പർ 1 ആയിരുന്നു. അതിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ സാരീസും. അപ്പോൾ നമ്മൾ ഇത് കൊല്ലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സാരി ഓർണമെൻറ്റ്സ് എല്ലാം കളക്ഷൻസ് കൂടുക. ഇതെല്ലാം നമ്മൾ വെച്ചേക്കുക. ഒരിടത്ത് നമ്മൾ അതുപോലെ വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ നമ്മളതൊന്ന് എടുത്ത് നമ്മൾ ഇടാറുള്ളൂ. അപ്പോൾ ഈ സീരിയൽസ് വരുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഇത് എവിടുന്ന ഈ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ സാരി എവിടുന്ന എടുത്തെന്ന് കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഇപ്പം അല്ലാതെ നമ്മൾ കാണുന്നത് എനിക്ക് എല്ലാവരും ഇടുന്ന ഓർണമെൻറ്റ്സ്, എല്ലാവരും ഉടുക്കുന്ന സാരി, അതൊന്നുമല്ല എൻ്റെ കണ്ണിൽ. എനിക്കതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ആ വ്യത്യസ്തതയാണ് ചേച്ചി നിലനിർത്തുന്നത്. അതായിരിക്കാം.